ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ചേട്ടാ ഇതെങ്ങോട്ടാ കൊണ്ടുപോകണമെന്നെങ്കിലും ഒന്ന് പറയേ. അത് ശരി. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും നിനക്ക് തലയിൽ കയറിയിട്ടില്ല. നിന്റെ ഹസ്ബൻഡിന്റെ ഒരു പ്രശ്നമല്ലേ? ആണ്. കുടിച്ച് ലെക്കേട്ട് ഇനി ഒന്നുമില്ല ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങൾ. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞ ആളടുത്ത് ഞാൻ പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞു QR കോഡ് ഭൈരവൻ അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരുമെന്ന്. ചേട്ടാ എനിക്ക് ഈ ഒരു ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഈ പുള്ളി ഉണ്ടല്ലോ ഭയങ്കര അഗ്രഹണ്യനാണ്. അതായത് നമ്മുടെ രമണി ചേച്ചിയില്ലേ വീടില്ലാത്ത ആ വളവിലുള്ള രമണി ചേച്ചിക്ക് വീടുണ്ടായിരുന്നില്ല, വർഷങ്ങളായിട്ട് വീടില്ലാണ്ടിരിക്കണം. അങ്ങനെ ഈ പുള്ളിനെ പോയി കണ്ട് പിറ്റത്തെ മാസം വീടായി. ആണാ? അതെങ്ങനെ? എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുള്ള ഒരാളെ കൊണ്ട് രമണി ചേച്ചിനെ കണ്ട് കല്യാണം കഴിപ്പിച്ച്. അപ്പോൾ അയാൾക്ക് വീടായി, അവർക്കും സുഖമായി, രണ്ടുപേർക്കും വീടായി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബിജു എന്ന് പറഞ്ഞിട്ട്, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. ഇയാളെ പോയി കണ്ട് കുട്ടികളായി. ആണോ? അതെങ്ങനെ ഉണ്ടായി? അതായത് ആദ്യത്തെ പെണ്ണിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് കുട്ടിയുള്ള ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇയാള്. അത് ഭയങ്കര തലേക്കല്ല, എന്തിനും പരിഹാരം കാണും. അപ്പം എൻ്റെ കെട്ടിയോനെ നന്നാക്കാൻ ഈ പുള്ളിക്ക് പറ്റും. പുള്ളിക്കാരനെ ചുട്ട കോഴീനെ പറപ്പിച്ചിട്ടുള്ള ആളാണ്. ആ പറപ്പിച്ച കോഴീനെ ചുട്ട് തിന്നണത് എൻ്റെ കെട്ടിയോൻ. ചെന്നാ മതി, ബാക്കി കാര്യങ്ങൾ പുള്ളി ഏറ്റി. ഇതേ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് 3ാമത്തെ വളവിലാണ് പുള്ളിയുടെ വീട്. നേരെ ചെന്നോ, ഇപ്പൊ തന്നെ ചെന്നോ, ധൈര്യമായിട്ട് ചെന്നോ. ഞാനല്ലേ പറയണത്. ചേട്ടന്റെ വിശ്വാസത്തിലാണ് ഞാൻ ഈ പോകുന്നത്. അത് തന്നെയാണ് ഞാൻ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ നിന്നെ പറഞ്ഞു വിട്ടത്. ചെല്ലി ചെന്നോ, കണ്ടു, എല്ലാ പ്രശ്നവും റെഡിയാവും കേട്ടാ. സ്വാമി ഇരിക്കൂ. എന്താ ഭവതിയുടെ പേര്? മായ. ഭവതി വന്ന കാര്യം പറയൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. വീട്ടിലിപ്പോൾ നല്ല വിശേഷം. 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. പിന്നെ അച്ഛൻ മരിച്ചുപോയി ചെറുപ്പത്തിലെ. പിന്നെ ഇപ്പം അമ്മ അനിയൻ്റെ കൂടെ താമസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു. അല്ല സ്വാമി, അതല്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. നിങ്ങളുടെ കാര്യം അറിയാമെന്നാണോ? വിവാഹിതയാണോ? അതെ. അതെ. എന്ത് ചെയ്യുന്നു ഭർത്താവ്? എന്ത് ചെയ്യുന്നു? ഭർത്താവിൻ്റെ ഒരു കാര്യം പറയാൻ. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? ഇപ്പോൾ ഒരു 10 വർഷമായി. വിവാഹം എന്ന് പറയുന്നത് ഒരു പുസ്തകം പോലെയാണ്. അതിൽ ആദ്യത്തെ ഒരു അധ്യായം എന്ന് പറയുന്നത് പദ്യവും പിന്നെ എല്ലാ അധ്യായവും ഗദ്യവുമാണ്. ഇവിടെ പദ്യവും ഗദ്യവും ഒന്നും അല്ല പ്രശ്നം, മദ്യമാണ് പ്രശ്നം. മദ്യം, മദ്യാനന്തരം അന്ത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ മദ്യം നിർത്തലാക്കണം. ഈ മദ്യപിക്കാനുള്ള പണമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? മദ്യപിക്കാനുള്ള പണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി മോഷ്ടിക്കണം. മോഷ്ടിച്ച് കഴിഞ്ഞാലോ പിന്നെ ആ മോഷ്ടിച്ച് കൊണ്ടുവന്ന കാശ് കൊണ്ട് ദൂർത്തടിക്കലാണ്. ആർഭാട ജീവിതം. ആർഭാട ജീവിതം. സുഖലോലുപുധനായി കഴിയുക. ഒറ്റക്കങ്ങ് പോവുക. ഒറ്റയ്ക്ക് അങ്ങ് പോവുക. പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ സംശയിക്കില്ലേ? പോലീസ് കയറി ഇറങ്ങാണ് വീട്ടില്. പിന്നെ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആൾക്കാർ ആരെങ്കിലും മോഷ്ടിക്കുമോ? അത് അച്ഛനും ഈ പണി തന്നെയാണ്. വീട് വിടാന്തരം മോഷ്ടിക്കലാണ്. അച്ഛൻ മോഷ്ടിക്കുമെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. പള്ളിയിൽ നിന്ന് മോഷ്ടിച്ച് നേരെ അമ്പലത്തിൽ കൊണ്ടിടുക, അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ച് നേരെ പള്ളിയിൽ കൊണ്ടിടുക. അങ്ങനെയാ. അത് ഈ പ്രായമായി വരുമ്പോ ഭക്തി കൂടുമെന്നാണല്ലോ പറയുന്നത്. പാരമ്പര്യമായിട്ട് കിട്ടിയ ജോലിയാണ്. അദ്ദേഹത്തിന് വേറെ മാന്യമായ വല്ല ജോലികളും ഉണ്ടോ? വാറ്റും, നന്നായി വാറ്റും. പിന്നെ ചെറിയ കഞ്ചാവിന്റെ ബിസിനസ്സും ഉണ്ട്. അപ്പോൾ ശരിക്കും കൈത്തൊഴിൽ അറിയാം, എന്നിട്ടാണ് ഈ കുലത്തൊഴിലിൽ നിൽക്കുന്നത്. എന്തായാലും ഭൈരവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കൂ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന് പറയൂ. ഭൈരവന് ഇഷ്ടമുള്ള ഭക്ഷണം കടലിലെ അല്പവും കരയിലെ ഒരു വൃക്ഷവുമാണ്. അത് ചേർന്നുള്ള ഭക്ഷണമാണ്. അത് ചേർന്നുള്ള ഭക്ഷണം എന്ന് പറയുന്നത് കടലിലെ ഉപ്പും കരയിലെ മാവും, ഉപ്പുമാവും. അത് ഭൈരവന് നേർന്നോളൂ. പിന്നെ ഒരു പുഷ്പം എടുത്തിട്ടോളൂ. QR കോഡ് ഭൈരവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിന് നന്മ വരണേ, നല്ലത് വരണേ, എല്ലാം മാറ്റിത്തരണേ, അദ്ദേഹത്തിൻ്റെ സുഖലോലുപത ജീവിതം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടോളൂ. QR കോഡായ നമ, QR കോഡായ നമ, QR കോഡായ നമ, QR കോഡായ നമ. ഈ QR കോഡ് എന്ന് വെച്ചാൽ കാസർഗോഡ് കാതർവായി എന്ന് കേട്ടിട്ടില്ലേ? കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോരുത്തർ ജനിക്കുന്ന സ്ഥലത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം QR കോഡാണ്. കാസർഗോഡിന്റെ ഉൾഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ടാണ് QR കോഡ്. മൊബൈൽ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. മൊബൈൽ ഗൂഗിൾ പേയിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ദക്ഷിണ ഇട്ടിട്ട് പോയിക്കോളൂ. പിന്നെ താങ്കളുടെ ഭർത്താവിനോട് ഒരു 6 കുപ്പി വാറ്റും 1 കിലോ കുറയാത്ത കഞ്ചാവുമായിട്ട് എൻ്റെ അടുത്ത് വരാൻ പറയുക. ഇവിടെ വരുന്നത് വരെയും
ആരും സംരക്ഷണം ഉണ്ടാവില്ല. വന്ന് പോയി കഴിഞ്ഞാൽ ഭൈരവൻ കൂടെ ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് പോയാലും ബന്ധപ്പെടണം കേട്ടോ. അല്ല, ഫോൺ വിളിക്കണം കേട്ടോ. ഭൈരവൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു ഹോമം നടത്തി കളയാൻ വീട്ടിൽ കേട്ടോ. ഹസ്ബൻഡിനോട് വരാൻ പറയും. ശരി സ്വാമി. മഹാപ്രസാദ ജനനി സർവ്വസൗഭാഗ്യവർദ്ധിനി ആദിശക്തം താമസിക്കാം. തുളസിയാണോ മായ ഇപ്പോൾ ഒന്ന് പോയത്? ഇതേ 4 പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. 4 പേര് ഒരാളെ വന്നാളൂ ഇപ്പോൾ. ഒരാൾ വന്നു, എൻ്റെ പൈസ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും തന്നാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. അത് അവരെ പറഞ്ഞു വിട്ടാണല്ലോ കറക്റ്റായിട്ട്. ഗൂഗിൾ മറ്റേ ഇല്ല, മാപ്പും ഇല്ല, മറ്റേ മൊബൈലും ഇല്ല, ഒന്നും ഇല്ലാണ്ട് കൈ വീശി വന്നൊരു പെണ്ണ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ ചോദിക്കും, ഞാൻ ഒരു വാറ്റ് കഞ്ചാവല്ലേ? തന്നെ കഞ്ചാവ്. ഞാൻ ചോദിക്കട്ടെ ഒന്ന്. ഒരു ഭാര്യയും ഭർത്താവ് ഇപ്പൊ തന്നെ വരും. അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നല്ല പൈസ ഉള്ള ടീമാണ്. നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞോ. അവര് മറ്റേ അവിടെ പോകാൻ വേണ്ടി പോയി, മറ്റേ ആളുടെ അടുത്ത് പോകാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു തട്ടിപ്പാണ്, നല്ല വെട്ടിപ്പിനെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. വെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒരാളെയാണ് ഞാൻ പറഞ്ഞു തന്നേക്കണേന്ന് പറഞ്ഞ്. അപ്പൊ കാണേണ്ടവരെ അങ്ങോട്ട് കണ്ടേക്കണം. ചില്ലറിട്ടുള്ള കേസാണ്. അതാണ് പോവാൻ നോക്ക് നീ. പിന്നെ ചെരുപ്പ് ഉരുട്ടില്ലെങ്കിൽ പുള്ളി കാണൂല. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. ഓ പിന്നെ സ്വാമി, സ്വാമി. ദാമ്പത്യ പ്രശ്നം അല്ലേ? എന്നും ഷണ്ട, ശരിയല്ലേ? പരസ്പര വിശ്വാസമില്ലായ്മ, പരസ്പര വിദ്വേഷം, വിവാഹാനന്തര ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മരണം വരെ സംഭവിക്കാം. ഇരുന്നോളൂ. ഇരിക്കൂ. QR കോഡ് ദേവനെ കുബേരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗൂഗിൾ പേയില് QR കോഡ് ഭൈരവന് ഒരു ദക്ഷിണ ഇട്ടോളൂ. ഓം QR കോഡ് ഭൈരവായ നമ. ഓം QR കോഡ് ഭൈരവായ നമ. പ്രസാദിച്ചിട്ടില്ല. എത്ര ഇട്ടത്? 50 പോരാ, ഇട്ടോളൂ. QR കോഡ് ഭൈരവായ നമ. 500 ഇട്ടോ. പാതി പ്രസാദിച്ചിട്ടുണ്ട്. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെയാണ് QR കോഡ് ഭൈരവൻ. QR കോഡ് ഭൈരവൻ ഇപ്പോൾ എന്നോട് പറയുന്നത്, ഭൈരവ വരിക, വന്ന് സവിധത്തിൽ അണയുക, അവരുടെ ഹൃദയത്തിൽ ചേരുക, ആ ദമ്പതികളുടെ കൂട്ടുമാംഗല്യം ഭംഗിയാക്കി അനുസ്യൂതം മുന്നോട്ട് പോയി ആയുസ് ആരോഗ്യ സൗഖ്യം കൊടുക്കുക എന്നതാണ്. പരസ്പര ശണ്ടയാണ്, എന്നും രാവിലെ ബഹളമാണ്. പരസ്പരം രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ബന്ധം വേർപിരിയും, നിങ്ങൾ ബന്ധങ്ങൾ കലഹമാവും, അത് ലഹളയാവും. കനകം മൂലം, കാമിനി മൂലം. ഏതാ നക്ഷത്രം? അപ്പൊ എങ്ങനെ വേണം? ഞാൻ ഒരുമിച്ച് പറയണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കണോ? എൻ്റെ മുമ്പ് വെച്ച് എൻ്റെ കാര്യം എന്നോട് പറഞ്ഞാൽ മതി. അവിടെ മുമ്പ് വെച്ച് എന്നോട് ഒരു കാര്യം പറയേണ്ട. നിങ്ങൾ അല്പം പുറത്തേക്ക് പോയിക്കോളൂ. എഴുന്നേറ്റ് പോകാൻ പോയിക്കോളൂ. വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിവാഹാനന്തര ജീവിതം ശൂന്യമാണ്. ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ചു, സീറോ ആയി പോയി, പെട്ടുപോയി അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സഹധർമ്മിണി കൂടി കടന്നു വരാൻ സാധ്യതയുണ്ട്. പെണ്ണ് കടന്നു വന്നു കഴിഞ്ഞാൽ വളർച്ചയാണ്, പിന്നീട് തകർച്ചയാണ്, അദ്ദേഹത്തിന് തളർച്ചയാണ്. കിടന്ന് കിടപ്പായി പോകും. ആ കിടന്ന കിടപ്പിൽ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതി വെക്കുന്ന പേര് നിങ്ങളുടെയുമായിരിക്കും. നിങ്ങൾക്ക് ജയിൽവാസമാണ്. അയ്യോ, അങ്ങനെ ഒരു പെണ്ണ് അങ്ങേരുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് ഷണ്ട കൊണ്ടുള്ള ഒരു ഗുണം. പിന്നെ അപ്പോൾ QR കോഡ് ഭൈരവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ദക്ഷിണയും കൂടി ഇട്ടോളൂ. എല്ലാവരും പ്രസാദിപ്പിക്കണ്ടേ? നമുക്ക് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ചിലവുള്ള കാര്യമല്ല ഇതല്ല. ഇട്ടോ ഇട്ടോ. ഇനി നിങ്ങൾ പോയിട്ട് പുറത്ത് വെക്കൂ. ഇരുന്നോളൂ. നിങ്ങളുടെ ഭവതിയോട്, അതായത് സഹധർമ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങളും ഒക്കെ ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടാമതൊരു വിവാഹം ചെയ്യും. വിവാഹാനന്തര ജീവിതത്തിൽ വിവാഹം കഴിക്കും. അതിന്റെ സുഖം കിട്ടിയിട്ട് കാര്യമില്ല. അതിനുശേഷം കിടപ്പിലാകും. കിടന്ന കിടപ്പിൽ ആത്മഹത്യയെക്കുറിച്ച് ഇരിക്കും. അതിനുശേഷം ചീത്തപ്പേരും കേൾക്കും. അതിനുശേഷം അവർ കല്യാണം കഴിക്കുന്നതിൽ നിന്നും അവർക്ക് ഉന്നതിയും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. അതിന്റെ മനോദൗർബല്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നത് പതറാതെ നിൽക്കും. ഞാൻ ചോദിക്കേണ്ടത്, എൻ്റെ ഭാര്യ വേറെ കല്യാണം കഴിക്കും, നിങ്ങൾ വേറെ കല്യാണം കഴിക്കും, വേർപിരിയും.
സത്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം അത് പറ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലൊരു പെണ്ണാവണം, നിങ്ങളിലൊരു ആണ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ നിങ്ങളുടെ ഭാര്യയിലേക്ക് ഒരാണും നിങ്ങളിലേക്ക് ഒരു പെണ്ണും കയറി വരണം. ഞാനെങ്ങനെ പെണ്ണാകണം? അപ്പൊ ശസ്ത്രക്രിയൊക്കെ ചെയ്യേണ്ടി വരും. ശസ്ത്രക്രിയയിലേക്ക് ഞാൻ പോയില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളൊരു പെണ്ണാകണമെന്ന് പറയണത് ഒരു ഭാര്യ ചെയ്യുന്ന കർമ്മരംഗത്തെ ജോലികളെല്ലാം, അവരിടുന്ന ബ്ലൗസ്, അവരിടുന്ന പാവാട, ചുരിദാർ, സാരിയൊക്കെ ചുറ്റി മുടിയൊക്കെ കെട്ടി പൊട്ടും കുത്തി അവർ ചെയ്യുന്ന ജോലികൾ ചെയ്ത് നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ ഭാര്യ അതേപോലെ തന്നെ ഷർട്ടും മുണ്ടും ഇട്ട് മീശയും വരച്ചുകൊണ്ട് 15 ദിവസം വ്രതമെടുത്തുകൊണ്ട് QR കോഡ് ഭൈരവനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സകല ദോഷങ്ങളും മാറും. അപ്പോൾ നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെല്ലാം മാറും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് തീരുമാനമാകും. എല്ലാം തീരും. പിന്നെ തീർന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിത്ത് ഗോവിന്ദ. ഓക്കെ, അത് തീരുമെങ്കിൽ തീരട്ടെ, ഇല്ലെങ്കിൽ മജീഷ്യൻ്റെ തൊപ്പിയൊക്കെ ഞാൻ അങ്ങ് ഊരിക്കളയും. അല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ സ്വാമിജി, ഞാൻ പോയിട്ട് വരാം. കുറെ നേരായിട്ട് ഒരു ചായ ചോദിക്കണ്. ഏട്ടാ ചായ റെഡിയായി, വന്ന് കഴിക്കാം. ചായന്റെ അപ്പനും കൊണ്ടോ കൊടുക്കിനി? ചൂടാവല്ലേ, എനിക്ക് പേടിയാ. പൊക്കോണ എന്റെ മുന്നീന്ന് അടിച്ച് പേണഞ്ഞിരിക്കും ഞാൻ. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു സ്ത്രീയായിട്ട് ജീവിച്ചിട്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വരുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ കാപ്പി ഉണ്ടാക്കിയാ? കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുട്ടും പഴവും. പുട്ടിന്റെ അണ്ണാക്കി തള്ളിക്കച്ചു. എനിക്കൊന്നും വേണ്ട, കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടക്കണം. കൊറേ നേരായി. നിനക്ക് ഇവിടെ എന്നാ ഉദ്യോഗം എന്നാ? ഏട്ടൻ ഇവിടെ എന്താ ഉദ്യോഗം? ഏട്ടൻ ഇവിടെ കാലുമേ കാലും കയറ്റി ഇരിക്കുമല്ലേ? അത് എന്റെ സൗകര്യാടി, ഇത് എന്റെ വീട്, എനിക്ക് സൗകര്യമുള്ളതേ ചെയ്യും. നിനക്ക് പറ്റത്തില്ല, നീ ഇറങ്ങി പൊക്കോന്നേ അല്ലേ? പണിക്ക് പോണില്ലേ എന്ന്? എനിക്ക് നല്ല സൗകര്യമില്ല, ഞാൻ ഉച്ചവരെ ലീവാ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് അടിച്ച് ഉച്ച കഴിഞ്ഞ് വീലായിരിക്കും. ഇന്നും വീലായിട്ട് വന്ന് എന്നെ തല്ലിക്കൊല്ലല്ലേ ഏട്ടാ, ഞാൻ പറയണ കേക്ക്, എന്നെ തല്ലല്ലേ. നിങ്ങൾ കുടിച്ചു വന്ന എന്നും വഴക്കാ, എനിക്ക് പറ്റില്ല അത്. എടി എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യിക്കട്ടെ, നീ ആരാടി ചോദിക്കാനായിട്ട്? നീ ആരാടി? എന്റെ ഒരു സ്ത്രീക്കും ദൈവമേ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല. ഒരു സ്ത്രീക്ക് ഇങ്ങനെ വരത്തില്ലേ? ഒരു ഒറ്റ കൂട്ടുകാരി ഞാൻ കേട്ടു ഞാൻ. ഇതിനൊക്കെ എനിക്ക് വെച്ചിരുന്നല്ലോ മാരണമൊക്കെ എന്റെ തല വന്ന് കേറിയല്ലോ പണ്ടാറടങ്ങാനായിട്ട്. നിങ്ങളോ ചെയ്യില്ല. ചത്തൂടെ, എനിക്ക് ശല്യം ചെയ്യാതെ ഏട്ടൻ ഇവിടെ കിടന്ന് വഴക്കിടണ്ട, ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തോളാം. എനിക്കറിയാലോ, പട്ടിത്തിട്ടം കോരണം, പൂച്ചത്തിട്ടം കോരണം, എല്ലാം ഞാൻ ചെയ്തിട്ട് ചെയ്യാം. ചെയ്യണോടി. ഒരു പെണ്ണായ വീട്ടിലെ എല്ലാ പണിയും ചെയ്യണം. നിനക്ക് എന്റെ കീഴിൽ ഇവിടെ കിടക്കാൻ പറ്റുമെങ്കിൽ നീ കിടന്നാ മതി. അല്ലേ എവിടെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ ചെല്ല്, ചെന്നാ പട്ടിയുടെ അണ്ണാക്കി കൂടെ കയറി കൊടുക്കും. അല്ല ചേട്ടാ തുള്ളിയടി ഒരൊറ്റ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ. എന്നെ കൊണ്ടൊന്നും പറ്റൂല ഇത്. എന്ത് പറ്റൂല? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മടുത്തു. ഈ വെറുതെ പെൺമോഷം കെട്ടി വിഗും വെച്ച് ലിപ്സ്റ്റിക് വിട്ട്. ഇപ്പൊ മനസ്സിലായ ഒരു പെണ്ണായിട്ട് ജീവിക്കണന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായ? പക്ഷേ എനിക്ക് നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല കാറ്റ് കയറുന്ന ഡ്രസ് അടിപൊളി. നീ അങ്ങനെ സൂക്ഷിക്കണ്ട, നിർത്തിക്കേ. ഇത് ഈ പരിപാടി ഇന്നത്തോണ്ട് നിർത്താം. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, എന്നെ കൊണ്ട് പറ്റൂല ഇത്. അടുക്കള നീ വേറൊരു കാര്യമുണ്ട്, നീ എന്നെ കൊണ്ട് ഓസിന് അടുക്കളപ്പണിയും ചെയ്യിപ്പിച്ച് മിറ്റം അടുപ്പിച്ച് ഇതൊക്കെ തന്നെയാണ് കുറെ കൊല്ലോട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കണത്. അത് എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കണത്? എന്തായാലും എനിക്കിത് പറ്റൂല, ഉള്ള കാര്യം ഞാൻ പറയല്ല. അല്ല സ്വാമി പറഞ്ഞതല്ലേ 10-15 ദിവസം ഇങ്ങനെ നിക്കണോന്ന്. ഞാനാണ് തൊഴിലുറപ്പിന് പോലും പോകാതെ എത്ര രൂപ നഷ്ടത്തിലാണ് ഇപ്പൊ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ തമ്മിൽ ഈ കുടുംബ പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ സ്വാമി അങ്ങനെ പറഞ്ഞത് 15 ദിവസം നമ്മൾ വ്രതം എടുക്കണോന്ന്. നമ്മൾ തമ്മിലിപ്പം വഴക്കിടാറുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ വഴക്കിടണ്ട, നമ്മൾ ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. എനിക്ക് ഈ ഡ്രസ്സ് എങ്ങനെയെങ്കിലും ഊരിക്കളണം, എന്റെ പൊന്നോ ഇവിടെയൊക്കെ വെച്ചിട്ട് അവിഞ്ഞ് ഞാൻ നാറുവാ. അതെ ഈ സ്വാമിയുടെ കഴിവ് കണ്ട. 15 ദിവസം പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ആയത് കണ്ട, വഴക്കും വണക്കും ഒക്കെ മാറിയത്. അപ്പൊ നമുക്ക് ഈ കാര്യം ഒന്ന് സ്വാമിനെ അറിയിക്കണ്ടേ? വേണോ? പിന്നെ ആ പുള്ളി പറഞ്ഞത് പകുതി പോലും ആയില്ല, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇപ്പൊ ഇത്രയും നമ്മുടെ പിണക്കങ്ങളൊക്കെ തീർന്നെങ്കിൽ അത് പുള്ളിയുടെ കഴിവ് കൊണ്ടല്ലേ. അപ്പൊ അതിനൊരു റിസൾട്ട് ഉണ്ടായെന്ന് പുള്ളിയുടെ നമ്മൾ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വേഷമൊക്കെ മാറിയിട്ട് സ്വാമിക്ക് ചെല്ലാം,
പുള്ളിയുടെ കാര്യം പറയാം. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഒരു വഴക്കുമില്ല. സ്വാമി ഭയങ്കര സിദ്ധനാണെന്ന് അങ്ങ് സമ്മതിച്ചേക്കാം. ശരി QR കോഡിൽ എന്തെങ്കിലും അവിടെ കൊടുക്കുകയും ചെയ്യാം. ശരി ഓക്കെ ഓക്കെ. ഓക്കെ. നമുക്ക് ഒന്നിച്ച് ചോദിക്കാം. സ്വാമിജി, സ്വാമി സ്വാമിജി, ചേച്ചി. സ്വാമിജി. സ്വാമി അയ്യോ സ്വാമിയല്ലേ ഇതെന്താ ഈ കോലത്തില്? ഞാനും വൈഫുമായിട്ട് ചെറിയൊരു സ്പർദ്ധ ഉണ്ടായി, ഒരു വഴക്ക്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു, അവള് നേരെ വേറൊരു സ്വാമിയെ പോയി കണ്ടു. അപ്പൊ അയാളാണ് പരിഹാരകർമ്മം നിർദ്ദേശിച്ചത്. എന്ത്? ഞാൻ പെൺവേഷവും കെട്ടണം, അവൾ ആൺവേഷവും കെട്ടണമെന്ന്. പെട്ടുപോയി. QR കോഡ് ഭൈരവ.